ശ്രീ സതീഷ് വസന്ത്, സുതാര്യത ഉറപ്പുവരുത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്. ഇത്രയധികം ഗൗരവതരമായ അന്വേഷണം നേരിടുകയും അഴിമതി ആരോപണങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിനാണ് സംരക്ഷിക്കുന്നത്? നേരത്തെ ശ്രീ എം കെ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറയേണ്ടതല്ലേ? രോഹിണി, ബഹുമാനപ്പെട്ട ഹരിദാസ് അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴത്തെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു സ്ത്രീ അവർ എന്തെല്ലാം പറഞ്ഞു. ആദ്യം പിതാവ് എന്ന് പറഞ്ഞു, പിന്നെ വേറൊരു രീതിയിൽ പറഞ്ഞു. അവസാനം ആ കേസ് വിധി എങ്ങനെയാണ് വന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ വിധി എങ്ങനെയാണ് വന്നത്? രണ്ടാമത് ഇപ്പം തന്നെ പറഞ്ഞു ശ്രീ സ്വപ്ന സുരേഷ് പറഞ്ഞു ഈ സ്വർണം കടത്തിയത് ഇത് ബിരിയാണി ചെമ്പിൽ, പിന്നെ ബൈബിളിൽ, ഈന്തപ്പഴത്തിന്, ഇതൊക്കെ ഈ കേസുകളൊക്കെ ഇവിടെ പോയി. അപ്പോൾ നമ്മൾ ഒരാളിനെ അഴിമതിയാണെന്ന് പറയുന്നു. ഇനി ഇതൊന്നും വേണ്ട. ഒരു പ്രമുഖ ബഹുമാനപ്പെട്ട ഹരിദാസ് അദ്ദേഹം താങ്കളൊന്ന് ചോദിക്കണം. ഇതിന് മുമ്പേ ഉള്ളൊരു കേസാണ്. വലിയ ഒരു കൊള്ളൊക്കെ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. ശ്രീ നമ്പിനാരായണൻ അദ്ദേഹത്തിൻ്റെ അത് ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിനെ കുരുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണെന്ത്. അവസാനം എന്തായി? എത്ര വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു, ഇതെല്ലാം കിടന്നു. അവസാനം ഈ കേസ് എന്തായി? പിന്നെ ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ് പറയുന്നിട്ട് ശ്രീ മുഖ്യമന്ത്രിയുടെ മകളെ ഇത് സംരക്ഷിക്കുന്നു ഇത് നമ്മളെ സർക്കാരും അതിൻ്റെ പാർട്ടി എന്താണ് പറഞ്ഞത്? രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കേസാണ്. ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ലേ വന്നത്. ഒരു കമ്പനി പറയുകയാണ് എനിക്കതിന് ഇത് സർവീസ് കിട്ടി. വേറൊരാൾ കൊടുത്ത ആൾ പറയാണ് ഞാൻ സർവീസ് കൊടുത്തു, അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 1.72 എന്ന് പറഞ്ഞ് ഇപ്പം 2.72 എന്ന് പറയുന്നു. അതിന് ആ പൈസയ്ക്ക് കിട്ടിയ പൈസയ്ക്ക് മാന്യമായി നമ്മൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന GST കൊടുത്തിട്ടുണ്ട്, ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു അഴിമതി പണം കിട്ടിയിട്ടുള്ള ഒരു പണത്തിൽ എങ്ങനെയാണ് GSTയും ഇൻകം ടാക്സും വാങ്ങിക്കുന്നത് രോഹിണി? അങ്ങനെയൊന്നുമല്ല. സെറ്റിൽമെന്റ് എന്തിനാ? ഞാൻ രക്ഷപ്പെട്ടാണ് നമ്മളിപ്പോൾ അതിലേക്കൊക്കെ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് പറയുന്നത് പ്രതിപട്ടികയിൽ 11ാം സ്ഥാനത്ത് ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുങ്ങും, അതിലൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞിട്ട് കുറെ ദിവസം കൊണ്ട് കുടുങ്ങനാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോഴല്ലേ അന്നല്ലേ ഒരു ഇത് കൊടുത്ത് SFIക്ക് നേരത്തെ കൊടുത്തുകൂടെ എന്ന പ്രോസിക്യൂട്ടിയെ? അപ്പോൾ അതൊക്കെയാണ് രാഷ്ട്രീയപരമെന്ന് പറയുന്നത്. എത്ര പേര് നിങ്ങൾ ED അതുപോലെ തന്നെ CBI ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് പറഞ്ഞു CBI രണ്ട് കൂട്ടരും കൂടി നിയമസഭയിൽ പറഞ്ഞു നിയമസഭയിലെ അല്ലെങ്കിൽ നമ്മളെ കണ്ടന്റ് ഇല്ലാതെ ഇത് CBIക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കോടതി പറയുന്ന CBIക്ക് കൊടുക്കാമെന്ന്, അല്ലാതെ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കേസുകൾ? ഡൽഹി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കെജ്രിവാളിനെ അകത്താക്കി, ഇപ്പോൾ അദ്ദേഹത്തിനെ ഒന്നും അകത്താക്കണ്ട. അവിടെ അവർ ഉദ്ദേശിച്ച പോലെ ഇത് കിട്ടിക്കഴിഞ്ഞു. ഡൽഹി ഭരണം BJP കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ട, അദ്ദേഹത്തിൻ്റെ പുറത്ത് വിട്ടാൽ മതി. അപ്പം ഇതൊക്കെ കൊണ്ടാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം. ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർ വീണ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിലല്ല. ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തതാണ്. അത് രാഷ്ട്രീയമായും അത് നമ്മൾ നിയമപരമായും നേരിടുന്നു.